welcome to my channel. So last class we were discussing about the ideal gas behavior and the deviation from ideal gas behavior, and that we have derived or we have expressed the ideal gas equation in a new way by adding the correction factor of Van der Waals. In that we have discussed about Van der Waals constant. All these are very important. Today we are with a very new and a very simple but a topic from where we can expect more questions. So the topic is critical temperature, critical pressure and critical volume, that is critical constants. അപ്പോൾ എന്താണ് ഇത് എന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് liquefaction of gases ആണ്. എന്താണ് liquefaction of gases? From the word itself it is clear that gases are liquefied അല്ലേ? Gasesനെ liquid ആക്കുന്ന ഒരു പ്രോസസ്സാണ് liquefaction of gases. So what is meant by liquefaction of gases? The process by which a gas is converted into liquid. എപ്പോഴൊക്കെയാണ് നമുക്കിത് മാറ്റാൻ പറ്റുക? എല്ലാ ഗ്യാസിനും ഒരേ ടെമ്പറേച്ചറിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? അല്ലെ എല്ലാ ഗ്യാസിനും ഒരേ പ്രഷർ അപ്ലൈ ചെയ്ത് അതിനെ ലിക്വിഡ് ആക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസിനെ കുറിച്ചിട്ട് പഠിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ആൻഡ്രൂ. അപ്പം ആൻഡ്രൂ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി ഹാസ് ടേക്കൺ കാർബൺ ഡയോക്സൈഡ്. ഏതാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എടുത്തിട്ട് ഹി കൺസിഡർ ഓർ ഹി ഡിഡ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം. പ്രഷറിലും വോളിയത്തിലും കാർബൺ ഡയോക്സൈഡിന് വരുന്ന ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. He changed the pressure and the volume of carbon dioxide and he plotted a graph based on that, and that plot is known as isotherm. Why we call the plot as isotherm? Isotherm എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പം ദിസ് പ്ലോട്ട് ഇസ് ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഹി സ്റ്റഡീഡ് ദി നേച്ചർ ഓർ ദ ബിഹേവിയർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അറ്റ് ഡിഫറെൻറ്റ് പ്രഷർ ആൻഡ് ഹി പ്ലോട്ടഡ് ബൈ കൺസിഡറിങ് ദ പ്രഷർ ആൻഡ് വോളിയം. അപ്പം നമ്മുടെ ആൻഡ്രൂ എന്ത് ചെയ്തു? പ്രഷറിനെയും വോളിയത്തിനെയും നോക്കി. ആരുടെ? കാർബൺ ഡയോക്സൈഡ്. എന്നിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അവിടെ വരുന്ന ചേഞ്ചസ് ഈ ഗ്രാഫ് പഠിക്കണം കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. കാരണം ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു എക്സ്പ്ലെയിൻ എനി ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ആസ്ക്ഡ് ഫ്രം ദി ഗ്യാസ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം ആൻഡ്രൂ എന്താ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിൻ്റെ ഒരു സിലിണ്ടറിലെടുത്തു. എന്നിട്ട് അതിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആദ്യം അദ്ദേഹം ഒരു 50 ഡിഗ്രി സെൽഷ്യസ് കൊടുത്തു. 50 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹി ചേഞ്ച് ദി പ്രഷർ ആൻഡ് ഹി കാൽക്കുലേറ്റഡ് ദ വോളിയം. ഹി ചേഞ്ച് ദി പ്രഷർ, ഹി കാൽക്കുലേറ്റഡ് ദ വോളിയം ആൻഡ് ഹി പ്ലോട്ടഡ് ദാറ്റ് ഗ്രാഫ് ദാറ്റ് ഇസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഹി ഫൗണ്ട് ദാറ്റ് at higher temperature, that is almost at 50 degrees Celsius, the behavior of carbon dioxide was same like an ideal gas. ഐഡിയൽ ഗ്യാസ് എങ്ങനെ ബിഹേവ് ചെയ്യോ അതേപോലെ തന്നെയായിരുന്നു കാർബൺ ഡയോക്സൈഡ് ഹൈ ടെമ്പറേച്ചറിൽ കാണിച്ചുകൊണ്ടിരുന്നത്. 50 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ വോളിയത്തിൻ്റെ ഗ്രാഫ് അദ്ദേഹം പ്ലോട്ട് ചെയ്തപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് വാസ് ബിഹേവിങ് ഐഡിയലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇറ്റ് വാസ് ബിഹേവിങ് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ്. അടുത്ത എന്തായിരിക്കും? അദ്ദേഹം ഒന്ന് ടെമ്പറേച്ചർ കുറച്ചു. ഇൻ ബിറ്റ്വീൻ കുറേ കുറച്ചിട്ടുണ്ടാവാം, നമ്മൾ അത്രയൊന്നും പഠിക്കുന്നില്ല. സോ ഹി ജസ്റ്റ് ചേഞ്ച് ദി ടെമ്പറേച്ചർ ഇൻ ടു 31.1 ഡിഗ്രി സെൽഷ്യസ്. ഒരു 31.1 ഡിഗ്രി സെൽഷ്യസ് വെച്ചപ്പം he found that the nature of the graph has deviated, or the graph has deviated. Graph deviate ചെയ്തല്ല, the values have a deviation from the ideal gas. ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിൽ നിന്ന് ഇപ്പം ഈ ഒരു ടെമ്പറേച്ചറിൽ പ്രഷർ വോളിയം നോക്കിയപ്പം നല്ല ചേഞ്ച് വന്നു. സോ ഹി ഫൗണ്ട് ദാറ്റ് വെൻ ഹി പ്ലോട്ടഡ് ദി ഗ്രാഫ് ഇറ്റ് ഡീവിയേറ്റഡ് ഫ്രം ദി ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചപ്പം എന്ത് പറ്റി? ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്നത് ഡീവിയേറ്റ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹം നോക്കിയപ്പം ഇവിടെ പ്രഷർ കൂട്ടുന്നുണ്ട്, ടെമ്പറേച്ചർ കുറച്ചു, ടെമ്പറേച്ചർ വോളിയം കുറയുന്നുണ്ട്, പക്ഷെ അവിടെ ഈ ഗ്യാസ് ലിക്വിഡ് ഒന്നും ആയിട്ട് മാറുന്നില്ല. ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നില്ല. അദ്ദേഹം വീണ്ടും കുറച്ച് ടെമ്പറേച്ചറൊക്കെ കുറച്ചു. ആൻഡ് അറ്റ് 30.9 ഡിഗ്രി സെൽഷ്യസ്, എത്രയാണ്? ഒരു 30.98 ഡിഗ്രി സെൽഷ്യസിൽ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്തപ്പം the graph was entirely different from what he had seen from 31.1 degree. ഈ ടെമ്പറേച്ചറിൽ ഗ്രാഫ് കാണിച്ചതിൽ നിന്ന് നല്ലൊരു വ്യത്യാസം ഈ 30.9. It shows a great deviation. And so what he has seen this, as his pressure is increased, അതായത് വോളിയം കുറയും. അതായത് നമുക്ക് പ്രഷർ കുറഞ്ഞ സമയത്ത് ഇവിടെയായിരുന്നു വോളിയം, പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറഞ്ഞു ഒരു പെർട്ടിക്കുലർ പ്രഷർ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 73 അറ്റ്മോസ്ഫിയറിൽ എത്തിയപ്പം he found that the carbon dioxide gas, the gaseous form of carbon dioxide has changed into liquid state. ഇവിടെ എത്തിയപ്പം ആ വേപ്പർ സ്റ്റേറ്റ് നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത് കണ്ടേ. എപ്പം? 30.98 ടെമ്പറേച്ചറിൽ. ഏത് പ്രഷറിൽ? 73 atmosphere. So he found that carbon dioxide changes
into a liquid at 73 atmospheric pressure at a high temperature, that is at a temperature of 30.9. അപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ടെമ്പറേച്ചർ ചെയ്തിട്ടുണ്ട്, അപ്പോഴൊന്നും ഈ ഗ്യാസ് ലിക്വിഡ് ആയിട്ടില്ല. സോ ഹി നോ ദാറ്റ് ദിസ് ഇസ് ദി ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് at which the carbon dioxide can be converted into liquid carbon dioxide. എന്താണ്? ഇതാണ് ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ഏറ്റവും ഹൈ ടെമ്പറേച്ചർ. കാരണം 31-ലില്ല, 31.1-ലില്ല, 30.99 അതിലൊന്നും കാണിക്കുന്നില്ല. ബട്ട് 30.98 എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ എത്തിയപ്പം എന്തായി? ആ ലിക്വിഡ്, ആ ഗ്യാസ് പതിയെ ലിക്വിഡായിട്ട് മാറുന്ന ഒരു സ്റ്റേജ് എത്തി, സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. So he understood that this is the highest temperature at which, highest temperature, കാരണം ഇതിൻ്റെ മുകളിൽ വേറൊരു ടെമ്പറേച്ചർ ഇല്ല എവിടെ, ഈ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആണ്. സോ ദിസ് ഇസ് ദ ഹയസ്റ്റ് temperature at which the carbon dioxide get converted into liquid carbon dioxide, and that temperature is called as the critical temperature of carbon dioxide. It is known as the critical temperature and it is represented by T subscript C, അതായത് critical temperature. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഉള്ള ഏത് പ്രഷറിലാണോ ഇറ്റ് ഹാസ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ഫോം, ദാറ്റ് പ്രഷർ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ പ്രഷർ. എന്താണ്? ദ പ്രഷർ അറ്റ് വിച്ച് the gas has changed into liquid at a particular temperature, then that pressure is known as critical pressure. Okay ആണല്ലോ? ഇനി ആ സമയത്ത് എത്രയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ദ വോളിയം ഓഫ് 1 mole ഓഫ് കാർബൺ ഡയോക്സൈഡ് at critical temperature and pressure is known as critical volume. എന്താണ്? The volume of 1 mole of a gas at critical temperature and critical pressure, then that volume is known as critical volume, and these three together are called as critical constant. What is meant by critical constants എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are critical pressure, critical temperature, critical pressure and critical volume. All these three constants together are known as critical constant. Critical temperature is the highest temperature of a gas at which it can be converted into, or highest temperature at which a gas can be converted into a liquid, or the highest temperature at which a gas will exist as liquid. ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറിലാണ്, ആ ടെമ്പറേച്ചറിലാണ് ഒരു ഗ്യാസ് ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. Our critical pressure is the pressure at which a gas can be converted into liquid state, and critical volume is the volume of 1 mole of a gas at critical temperature and pressure. ഇത് മൂന്നിനെയും കൂടെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്ന്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പ്രഷർ കിട്ടി, ക്രിട്ടിക്കൽ വോളിയം കിട്ടി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കിട്ടി. അദ്ദേഹം ഇവിടെ ഒരു ടെമ്പറേച്ചർ കിട്ടി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ ടെമ്പറേച്ചർ ഒന്നുകൂടെ കുറച്ചിട്ട് ഈ ഗ്യാസിൻ്റെ ഒന്നുകൂടെ സ്വഭാവം, നേച്ചർ പഠിക്കാൻ പോകുമ്പം ഹി ഫൗണ്ട് ദാറ്റ് ആസ് ദി അതായത് അദ്ദേഹം ഒരു ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 21.5 ഡിഗ്രി സെൽഷ്യസ് ചെയ്തപ്പം അയാൾ പ്രഷർ കൂട്ടുന്നുണ്ട്, വോളിയം കുറഞ്ഞു, കാരണം വോളിയം കുറഞ്ഞു ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയപ്പം എന്ത് പറ്റി? ഇവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്? ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് സ്റ്റാർട്ട്സ് ടു ഫോം. അപ്പോൾ ഇവിടെ പ്രഷർ എത്രയൊക്കെ അപ്ലൈ ചെയ്തിട്ടും ദർ ഇസ് നോ, അവിടെ വലിയ പ്രഷറിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ബട്ട് വോളിയം ഇസ് ചേഞ്ചിങ്, വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്? പ്രഷറിൽ വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും പ്രഷറിൽ അവിടെ ഒരു വ്യത്യാസം കാണാത്തതെന്ന്? ഇറ്റ് ഈസ് ബിക്കോസ് ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി ഗേഷ്യസ് ആൻഡ് ദ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വലിയ വേരിയേഷൻ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് വിചാരിച്ചാൽ അവിടെ ഈ ഗേഷ്യസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും ലിക്വിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും നമ്മളൊരു ഇക്വിലിബ്രിയത്തിലെത്തും. ആ ഒരു കേസ് വരുമ്പോഴാണ് ഇവിടെ നമുക്ക് പ്രഷർ, അതായത് ഹീസ് അപ്ലൈങ് ദ പ്രഷർ ബട്ട് ദർ ഇസ് നോ മച്ച് വേരിയേഷൻ ഇൻ ദി പ്രഷർ. അവിടെ പ്രഷറിൽ വലിയ വേരിയേഷൻ കാണുന്നില്ല. പിന്നെ ഒരു പെർട്ടിക്കുലർ പ്രഷർ എത്തി, അതായത് കുറച്ച് കഴിഞ്ഞപ്പം എന്തായത് പ്രഷർ കൂട്ടുന്നുണ്ട്. ബട്ട് വോളിയം നോക്കൂ, വോളിയത്തിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ് അല്ലേ? ഇവിടെ അതായത് ഇപ്പം ഇവിടെ ഞാനൊരു പ്രഷർ കൊടുത്തു, ഈ ഒരു പ്രഷറിൽ ഇതാണ് വോളിയം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പ്രഷർ കൊടുത്തപ്പം വോളിയം ഇത്ര വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു
നമ്മൾ പറയില്ല ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞു, പിന്നെ ഞാൻ പ്രഷർ കൂട്ടുന്നുണ്ട്, പ്രഷർ ഹൈ ആയിട്ട് കൂടുന്നുണ്ട്, പക്ഷേ ഞാൻ വോളിയം നോക്കുമ്പം ദ ചേഞ്ച് ഇൻ വോളിയം ഇസ് വെരി ലെസ്. വൈ ദ ചേഞ്ച് ഇൻ വോളിയം ഇസ് വെരി ലെസ് ആഫ്റ്റർ ദിസ് ക്രിട്ടിക്കൽ? അതൊരു ക്രിട്ടിക്കൽ കഴിഞ്ഞു, ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തുകൊണ്ടാണ് വോളിയത്തിൽ വലിയ ചേഞ്ച് വരാത്തത്? ബിക്കോസ് വി നോ ദാറ്റ് ആഫ്റ്റർ ദിസ് സ്റ്റേജ് ദ ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലേ? ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് വരുന്നത്. ഗ്യാസിനാണോ ലിക്വിഡിനാണോ കംപ്രസിബിലിറ്റി കൂടുതലുള്ളത്? വി നോ ദാറ്റ് ഗ്യാസസ് പെട്ടെന്ന് കംപ്രസ് ആവും, വോളിയം കുറയും. പക്ഷേ ലിക്വിഡ് ഗ്യാസസിൻ്റെ അത്ര കംപ്രസ് ആവുമോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡാണ്. ഇവിടെ എത്തിയപ്പോൾ എന്തായി? ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ്. ലിക്വിഡിന് എന്തായിരിക്കും? നമ്മൾ എത്രയൊക്കെ കംപ്രസ് ചെയ്താലും കംപ്രഷൻ ഉണ്ടാവും, ബട്ട് ദർ ഇസ് നോ മച്ച് ഡിക്രീസ് ഇൻ ദ വോളിയം. കാരണം ലിക്വിഡ്സിന് ഗ്യാസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്, ഇൻ്റർമോളിക്കുലർ സ്പേസ് കുറവാണ്. അപ്പം നമ്മൾ എത്രയൊക്കെ കൊടുത്താലും വോളിയത്തിൻ്റെ ചേഞ്ച് വളരെ കുറവാണ്. വീണ്ടും അദ്ദേഹം ടെമ്പറേച്ചർ കുറച്ചിട്ട് ഓൾമോസ്റ്റ് 13.1 ഡിഗ്രി സെൽഷ്യസ് വെച്ചപ്പോഴും ദ സെയിം ക്യാരക്ടർ വാസ് ഒബ്സർവ്, ദാറ്റ് ഈസ് അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ചസ് ഇൻ ടു liquid carbon dioxide. Then though we applied the pressure, there is no much change in the pressure. Then after that a steep rise in the pressure, but the change in volume, ഇവിടെ നോക്കി നോക്കൂ, വോളിയം, ഇതൊരു വോളിയം, അത്രയും ഞാൻ പ്രഷർ കൊടുത്തിട്ടും വോളിയത്തിൽ വരുന്നൊരു ചേഞ്ച് നോക്കൂ, വളരെ സ്മോൾ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു വോളിയത്തിൽ ചേഞ്ച്. വൈ? എന്തുകൊണ്ടാ വെച്ചാൽ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു. ടെമ്പറേച്ചർ കുറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഗേഷ്യസ് മോളിക്യൂൾസ് എന്താവും, ലിക്വിഡ് സ്റ്റേജിലേക്ക് എത്തി. പ്രഷറും കൊടുക്കും തോറും ലിക്വിഡ്സിന് കംപ്രസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രൂവിൻ്റെ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് അറിയേണ്ടത്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ ഒന്ന് കുറച്ചപ്പം ഡീവിയേഷൻ, പിന്നെ 30.9 എത്തിയപ്പോൾ വി ഫൗണ്ട് ദാറ്റ് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷറും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് ചേഞ്ച്ഡ് ഇൻ ടു കാർബൺ ഡയോക്സൈഡ്, ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡ് ലിക്വിഡായിട്ട് മാറി. പിന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ടെമ്പറേച്ചർ കുറച്ചപ്പം ഇതേ ബിഹേവിയർ ആണ്, ബട്ട് കുറച്ച് ഡിഫറൻസ് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ പ്രഷർ കൊടുത്തിട്ടും വലിയ പ്രഷറിൽ വേരിയേഷൻ കാണുന്നില്ല. ഇറ്റ് ഇസ് ബിക്കോസ് ദാറ്റ് ദർ എക്സിസ്റ്റ് എൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് ദി ഗേഷ്യസ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ പ്രഷർ ഹൈ സ്റ്റീപ്പ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഉണ്ടെങ്കിൽ പോലും വോളിയത്തിൽ വളരെ കുറച്ച് ചേഞ്ചേ വരുന്നുള്ളൂ, ബിക്കോസ് ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് ഇസ് എക്സിസ്റ്റിംഗ്, ദ ലിക്വിഡ്സ് ഹാവ് ലെസ് കംപ്രസിബിലിറ്റി ദാൻ ദാറ്റ് ഓഫ് ഗേഷ്യസ് സ്റ്റേറ്റ്. പിന്നെ നമ്മൾ അങ്ങനെ ഒരു 13.1 ഡിഗ്രി സെൽഷ്യസ് വെച്ചപ്പം ഇതേപോലെ തന്നെ കണ്ടു. ഇനി നമുക്ക് ഇവരുടെ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ഈ ഒരു സ്ട്രെയിറ്റ് കർവ്സ് ഒക്കെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഡോം ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഏരിയ അണ്ടർ ദിസ് ഡോം ഷേപ്പ് ഇസ് ഇൻ ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ലിക്വിഡും ഗ്യാസും കൂടെ തമ്മിലൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഡോം ഷേപ്പിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസിൽ പറയാനുള്ളത്. ഹയർ ദ ടെമ്പറേച്ചർ. അപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പം ഇനി അടുത്തത്, ഇനിയിപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ വി ക്യാൻ ലിക്വിഫൈ ഓർ ഗ്യാസ് ഓർ ഹൗ എ ലിക്വിഫാക്ഷൻ ഓഫ് എ ഗ്യാസസ് ഇസ് പോസിബിൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. ലിക്വിഫാക്ഷൻ ഓഫ് എ ഗ്യാസസ് ക്യാൻ ബി ക്യാരീഡ് ഔട്ട് ഐദർ ബൈ ചേഞ്ചിങ് ദി ടെമ്പറേച്ചർ, അല്ലേ? ഒരു 2 മാർക്കോ 3 മാർക്കിനോ കൊടുത്തന്നാൽ, ഓർ ചേഞ്ചിങ് ദി pressure. Okay, a gas can be liquefied by decreasing the temperature decreasing. Why a gas can, how we can liquefy a gas by decreasing the temperature? We know that as the temperature is decreased, kinetic energy of the molecule decreases. As the kinetic energy decreases, the molecules will become more and more closer together and there exert an intermolecular force of attraction between the molecule, and the molecule come closer together and they can be changed into liquid state. അപ്പോൾ kinetic energy ആണ് ടെമ്പറേച്ചറിൻ്റെ വരുമ്പോൾ മെയിൻ പോയിന്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രഷർ. ആസ് ദി പ്രഷർ ഇസ് ഇൻക്രീസ്, ദ മോളിക്യൂൾസ് വിൽ കം മോർ ആൻഡ് മോർ ക്ലോസർ ടുഗെദർ ആൻഡ് ദർ വിൽ ബി എ ഫോഴ്സ് ഓഫ് intermolecular force of attraction between the molecule, and thereby the gases can be converted into liquid. So liquefaction of gases can be done in either by decreasing the temperature or by increasing the pressure. കാര്യം മനസ്സിലായി. പിന്നെ ഉള്ളത് വാട്ട് ഇസ് മെൻ ബൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ and critical
volume and critical temperature of a gas can be defined as the temperature above which it cannot be liquefied. അങ്ങനെയും പറയാം, the temperature above which the gas, ഈ ടെമ്പറേച്ചറിന് മുകളിൽ നമുക്ക് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇല്ല. The temperature above which the gas cannot be liquefied, however high pressure may be applied on the gas. പിന്നെ critical pressure, the pressure required to liquefy the gas at ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ കൊടുത്താലാണ് ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കുക, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ വോള്യൂം ഇസ് ദ വോള്യൂം ഒക്യുപ്പൈഡ് ബൈ 1 mole ഓഫ് എ ഗ്യാസ് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ വോള്യൂം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ 3 പോയിന്റ്സ് ഇപ്പം ഞാൻ പറഞ്ഞ് ഇവരെ മൂന്നാളെയും പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്നും പറയാനുള്ളത്. ക്ലിയർ ആയോ? ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ മെയിനായിട്ട് പഠിച്ച നമ്മുടെ ഗ്യാസിൻ്റെ മാത്രമല്ല, ഗ്യാസിൻ്റെ ഐഡിയൽ ബിഹേവിയർ, അതിൻ്റെ നോൺ ഐഡിയൽ ആയിട്ടുള്ള ബിഹേവിയർ, ഡീവിയേഷൻ, പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ലിക്വിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. സോളിഡ് സ്റ്റേറ്റ് നമുക്കിവിടെ ഇല്ല, സോളിഡ് സ്റ്റേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ +2 പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിക്വിഡും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിക്വിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുകയാണ്. അപ്പം എന്താണ് ലിക്വിഡ് സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. ലിക്വിഡിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഓരോരോ ക്വസ്റ്റനായി ചോദിക്കാം. വൈ ലിക്വിഡ് ഡസ് നോട്ട് ഹാവ് എ ഷേപ്പ്? എന്തുകൊണ്ടാണ് ലിക്വിഡ്സിന് ഒരു ഷേപ്പ് ഇല്ലാത്തത്? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് the molecules in liquids are in a constant random motion ഡ്യൂ ടു ദി എമോഷൻ. അതായത് മോളിക്യൂൾ, എൻ്റെ ബോഡിയിൽ എല്ലാ മോളിക്യൂൾസ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാനിങ്ങനെ വിഗിൾ ചെയ്തുകൊണ്ടിരിക്കില്ല, അപ്പോൾ എനിക്ക് ഷേപ്പ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ലിക്വിഡ്സിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ദേ ആർ മൂവിങ്. അപ്പോൾ റാപ്പിഡ് മോഷൻ ഉള്ളതുകൊണ്ട് ദേ ഡസ് നോട്ട് ഹാവ് എ ഷേപ്പ്. അതാണ് അതിനുള്ള ആൻസർ. ഇനി ലിക്വിഡ്സ് ആർ ഹാവിങ് എ ഡെഫിനിറ്റ് വോളിയം. എന്തുകൊണ്ടാണ്? The intermolecular force of attraction in liquids are greater than that of gaseous state. So these make the molecules to take the shape of the container in which they have occupied. അപ്പോൾ intermolecular force ആണ് അവിടെ പറയേണ്ട പോയിന്റ്. ഇനി liquids or gases are having high density. ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ? ഗ്യാസിന് ഡെൻസിറ്റി കുറവാണ് നമുക്കറിയാം അല്ലേ, ഗ്യാസ് അതുകൊണ്ടല്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ലിക്വിഡ്സ് ഹാവ് ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് ഗ്യാസസ്. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് ഇൻ ദ മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്സ് ആർ ക്വൈറ്റ് ക്ലോസ് ടുഗെദർ കമ്പയർഡ് ടു ഗ്യാസ് സ്റ്റേറ്റ്. ഗ്യാസിനെക്കാളും ഇവരെന്താണ് കൂടുതൽ ക്ലോസ് ടുഗെദർ ആയതുകൊണ്ടാണ് ദേ ആർ ഹാവിങ് ഹൈ ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് ഗ്യാസസ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. Compressibility. Liquids are much more compressible than that of solid but less compressible than that of gases. Gases ആണ് ഏറ്റവും compressible, പിന്നെ liquids, പിന്നെ solids ആണ്. Liquids are more compressible than that of solid but less compressible than that of gases. Why? Because the intermolecular force of attraction between the liquids are more than that of gases. So if we apply the pressure, it can compress but not as much as like of gas, but the solids, liquids are more compressible. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിക്സിങ് അല്ലേ. ഗ്യാസസ് നമുക്കറിയാം ദി ഡിഫ്യൂസ് ടുഗെദർ വെരി ഈസിലി. ഡിഫ്യൂസിബിലിറ്റി ഓഫ് ലിക്വിഡ്സ് ആർ ഓൾസോ ദേ ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദാസ് ഇൻ ഗ്യാസസ്. ഗ്യാസസിനെ പോലെ അത്ര ഫാസ്റ്റ് ആയിട്ടില്ല, ബട്ട് ദേ വിൽ ഡിഫ്യൂസ്. അപ്പോൾ ഇത്രയുമാണ് ലിക്വിഡിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആൻഡ്രൂവിൻ്റെ ഗ്രാഫ് ടെക്സ്റ്റ് ഒന്ന് നോക്കി വായിച്ചേക്കാം, പിന്നെ ലിക്വിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. കാരണം ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിൻറ്റുമാണ്. അപ്പോൾ അതും കൂടി ഇതിൽ വരുമ്പം വീഡിയോ ഭയങ്കര ലെങ്ത് ആവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ അടുത്ത 2 ടോപ്പിക്കിൽ അടുത്ത വീഡിയോയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. പിന്നെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക കമൻസിൽ. ചില ഡൗട്ട് എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ചിലത് എനിക്കങ്ങനെ ടൈപ്പ് ചെയ്യില്ല, എഴുതി തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ പാർട്ടിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വീഡിയോ അവർക്ക് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇലക്ട്രോ നെഗറ്റീവ്. അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെങ്കിൽ എക്സാമിൻ്റെ ബിഫോർ ഞാനൊരു ടൈം കണ്ടെത്തി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ എൻ്റെ 10th ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കമൻസിന് ഞാൻ ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് തരാറുണ്ടായിരുന്നു. അതേപോലെ 4-5 കുട്ടികൾ ഒരുമിച്ച് ഇതേപോലെ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തരും ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ ഒരാൾക്കാണെങ്കിലും ഞാൻ ഡൗട്ട് മാക്സിമം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇനി അതുമല്ല പേഴ്സണലി നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം യു ക്യാൻ മെയിൽ മീ ഈസി കെമിസ്ട്രി ക്ലാസ്. ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് easychemistryclass@gmail.com. അതാകുമ്പം എനിക്ക് ടൈപ്പ് ചെയ്യാനും എഴുതിയത് നിങ്ങൾക്ക് അയച്ചു തരാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വന്നിട്ടും മെയിൽ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഇൻസ്റ്റാ പേജും ഉണ്ട്.
പറ്റുന്നവരത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം അപ്ഡേറ്റ്സ് കിട്ടും. എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പരിപാടി ഞാൻ എന്തായാലും ചെയ്യത്തില്ല, എന്നെക്കൊണ്ട് അത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഫേസ്ബുക്കും ഉണ്ട്, നമുക്കൊരു ഇൻസ്റ്റാ പേജുണ്ട്, ജസ്റ്റ് നാസ് കെമിസ്ട്രി ക്ലാസ് അടിച്ചാൽ മതി, ഫോളോ ചെയ്തോളൂ. അപ്പോൾ അതിൽ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ അതിൽ മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് വന്ന് ക്വസ്റ്റ്യൻസും ഡൗട്ട്സൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാത്ത കാര്യം കമൻസിലിടും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.